ഭഗവാന്റെ ദർശനം കിട്ടാൻ വേണ്ടി ബീഹാറിൽ നിന്ന് വന്ന ആളാണ്. ഇവർ കരയാണ്, കരഞ്ഞുകൊണ്ട് പാട്ട് പാടുന്നു. പലതരത്തിലുള്ള വട്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതൊരു ഇത്തിരി മുതുക്ക് വട്ടായിപ്പോയി, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എന്ത് പാട് ഇത് നടക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണോ? എന്നാലേ ഇതൊരു ഉമ്മണി മുതുക്ക് വട്ടാണ് കേട്ടോ. അപ്പൊ ക്ഷമയോടുകൂടി ഇരുന്ന് കണ്ടോളൂ. ഈ ഒരു വട്ട് കണ്ടിട്ട് ചിരിച്ച് ഞാൻ പണ്ടാരായി കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് കാണാം. ഭഗവാന്റെ ദർശനം കിട്ടാൻ വേണ്ടി ബീഹാറിൽ നിന്ന് വന്ന ആളാണ്. ഇവർ കരയാണ്, കരഞ്ഞുകൊണ്ട് പാട്ട് പാടുന്നു. മോദിജിയുടെ ചിത്രവുമായി ഇവിടെ ഡൽഹിയിൽ വന്നൊരു ബിജെപി का प्रवर्तक है क्या? जी हम किसी राजनीतिक से नहीं है, सिर्फ मोदी जी को भगवान मानते भक्त हैं। അതെ, മോദിജി ഭഗവാനാണ്, മോദിജി ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ട്. नाम क्या है? सुनील चौधरी। सुनील चौधरी कहाँ से? भागलपुर बिहार से आए हैं। ബീഹാറിൽ നിന്ന് അവിടെ നിന്ന് ട്രെയിൻ से जी ट्रेन से आए दिल्ली दिल्ली भगवान के दर्शन के लिए। ഭഗവാനാണ്, അത് ദർശനം കിട്ടാൻ വേണ്ടി വന്നതാണ് എന്നാണ്. दिल्ली से 4 बजे सुबह निकले हैं, पैदल बौख रहे हैं। आप क्यों रो रहे? दर्शन करना है प्रभु का, इसलिए जी ഭഗവാൻ മാനത്തെ आप? जी भगवान मानते हैं, भगवान है। ഇത് ഭഗവാനെ പോലെ കരുതുകയല്ല, ഭഗവാൻ തന്നെയാണ് എന്നാണ് പറയുന്നത്. ഏതായാലും മോദി ഭക്താണ്. ഇപ്പൊ ഞാനുള്ളത് പ്രഹ്ലാദ് ജോഷിയുടെ വസതിക്ക് മുന്നിലാണ്. ഇവിടെ എത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. हम सुबह से बौख रहे हैं। किसी को बात किया? जी सबसे पूछते हैं, लेकिन कोई नहीं सही बतेबे नहीं करता। सिक्योरिटी है ना, बहुत सिक्योरिटी है। नहीं तो उसके आवास थोड़ा वहाँ तक जाने के लिए नहीं पूछ रहे हैं, उसके आवास तक वहाँ जाएंगे तो वहाँ से फिर जो है कि ഇദ്ദേഹം വന്ന് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ ആദരണീയനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ദൈവമാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്റെ പൊന്നോ അവറാച്ച, ഇങ്ങനെ ഇത്രയും വലിയ കോമഡി ഒന്നും പറയല്ലേ എന്റെ പൊന്നോ. എന്തൊക്കെ കേൾക്കണം, ഇത് കലികാലമാണ് പൊന്നപ്പ. അപ്പൊ എന്തായാലും ഇദ്ദേഹം വന്നിരിക്കുന്നത് ബീഹാറിൽ നിന്നാണ്. അദ്ദേഹം വളരെയധികം കഷ്ടപ്പെട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ പ്രധാനമന്ത്രിയുടെ നമ്മുടെ നരേന്ദ്രമോദിജിയുടെ ദർശനത്തിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം വെയിറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തെ ഒരു നോക്ക് കാണണം എന്നാണ് പറയുന്നത്. കരഞ്ഞോണ്ട് അദ്ദേഹത്തിന്റെ ഫോട്ടോയും കെട്ടിപ്പിടിച്ചിരുന്ന പാട്ട് പാടുകയാണ് നമ്മുടെ ഈ പ്രിയപ്പെട്ട ഭക്തൻ. അപ്പൊ ഭക്തന് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. ഭക്തൻ എന്തിനാണ് കരയുന്നത്? ഇവിടെ ഇദ്ദേഹം പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് മോദിജിയുടെ ദർശനം വേണം. അപ്പൊ അതാണ് ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാല്. അദ്ദേഹം ഈ ഒരു ഫോട്ടോയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട് കുറെ ആയി എന്നൊക്കെ പറയുകയാണ്. എന്താ അല്ലേ, ഇതിപ്പോ ഡിജിറ്റൽ ഇന്ത്യ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രധാനമന്ത്രി കിടന്ന് കഷ്ടപ്പെടുകയാണ്. പ്രധാനമന്ത്രി അതിന് വേണ്ടിയിട്ട് കിടന്ന് തലയും കുത്തി നിൽക്കുകയാണ്. പക്ഷെ എത്ര തലയും കുത്തി നിന്നെന്ന് പറഞ്ഞിട്ട് വല്ല കഥയുണ്ടോ? ഇതുപോലെ കുറച്ച് ആളുകൾ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും കുഴപ്പം തന്നെ, ഇല്ലെങ്കിലും കുഴപ്പം തന്നെ. ഇത് പറയുമ്പോൾ ആളുകൾ പറയും വിവരമില്ല, വിദ്യാഭ്യാസം ഇല്ലെന്ന്. ശരിയാണ്, ഇവർക്കൊക്കെ വിദ്യാഭ്യാസത്തിന്റെ കുറവുണ്ട്. എന്നാൽ നല്ല രീതിയിൽ വിദ്യാഭ്യാസം ഉള്ള നമ്മുടെ കേരളത്തിൽ എന്താണ് നടന്നത്? നമ്മുടെ നരബലി മറന്നുപോയോ? എന്തിന്റെ പേരിലായിരുന്നു നരബലി നടന്നിട്ടുണ്ടായിരുന്നത്? 2 പെണ്ണുങ്ങളെ കൊന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, ജീവനോടെ ശരീരഭാഗങ്ങളൊക്കെ അറുത്തു മാറ്റിയിട്ട്. അതുപോലെ തന്നെ ആത്മാവ് ശരീരം വിട്ട് ഇറങ്ങിപ്പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് എത്ര ആളുകളാണ് കൊലപാതകങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അന്ധവിശ്വാസങ്ങൾക്കൊന്നും കേരളത്തിലും ഒട്ടും കുറവില്ല. അത് മാത്രമല്ല, പല പല കാര്യങ്ങളും ഇപ്പൊ നടക്കുന്നുണ്ട് കേരളത്തില്. അപ്പൊ എന്തായാലും അതൊന്നായിട്ട് ഞാൻ എടുത്ത് പറയുന്നില്ല. എന്നാൽ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കോമഡിയാണ് ഫീൽ ചെയ്തത് കേട്ടോ. അത് മാത്രമല്ല, നമുക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തമിഴ്നാട്ടില് നമ്മുടെ അവിടുത്തെ മുഖ്യമന്ത്രി ആയിരുന്ന ജയലളിത അമ്മയായാലും, അതുപോലെ തന്നെ അവിടുത്തെ അന്നത്തെ പ്രധാനമന്ത്രി ആയിട്ടിരുന്ന അദ്ദേഹത്തിന്റെ പേരെന്താണ്, MGR, അതെ, അദ്ദേഹത്തിനെയൊക്കെ ദൈവമായിട്ട് കണ്ട ആളുകളാണ് തമിഴ്നാട്ടുകാർ. എനിക്ക് തോന്നുന്നു ഇപ്പൊ വിജയെയും ദൈവമായിട്ടാണ് കാണുന്നത്. അതായത് വിജയുടെ ഫോട്ടോയില് ഇന്നാൾ ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ്. വിജയുടെ ഫോട്ടോയില് വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ആരതി ഒഴിയുന്നു. ഒരു കയ്യിൽ ഇങ്ങനെ ആരതി തട്ട് ഒഴിയുന്നു, മറ്റേ കയ്യിൽ ഇങ്ങനെ മണിയടിക്കുന്നു. അതായത് നമ്മൾ ദീപാരാധന സമയത്ത് ആരതി ഒഴിഞ്ഞ് കൂടെ കൈമണിയടിക്കും. അത് ക്ഷേത്രങ്ങളിലൊക്കെയാണ് കാണുന്നത്. ഇത് വീട്ടില് വിജയിയെ ദൈവമാക്കി വെച്ചിരിക്കുന്നു. തോന്നിയായി അത് കണ്ടിട്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അതൊക്കെയാ ഓർമ്മ വന്നത്. ശരിക്കും ഈ ആളുകളൊക്കെ ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ദർശൻ കൊടുക്കൂ ഹേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഹൂം, അങ്ങനെയൊക്കെ തന്നെയാണോ? അങ്ങനെയൊന്നും അല്ലെന്നറിയാം കേട്ടോ. എനിക്ക് ഇംഗ്ലീഷൊന്നും എനിക്കറിയില്ല. മലയാളം തന്നെ നേരെ വേണം പറയാറിയുന്നുണ്ട്, പിന്നെയാണ് ഇംഗ്ലീഷ്. ഹിന്ദി, അയ്യോ അത് ഹിന്ദി അല്ലേ, ഇംഗ്ലീഷല്ലല്ലോ. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ എനിക്ക് പറയാനുള്ള, ചുമ്മാ അറിഞ്ഞു കേട്ടോ. അപ്പോൾ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ദയവ് ചെയ്ത് എത്രയും പെട്ടെന്ന് നമ്മുടെ മോദിജി ഈ ഒരു ഭക്തന് ദർശനം കൊടുക്കുക. ദർശൻ സമയ് ക്യാ ഹേ, ദർശൻ സമയ് ക്യാ ഹേ.
അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് ദർശനം കൊടുക്കുക അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് ദർശനം കൊടുക്കുക. ദർശനം കൊടുക്കുന്നതിന് മുമ്പ് എനിക്ക് പറയേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അതുകൂടി ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ നല്ല കാര്യം. അതായത് ഈ ഭക്തന്മാർക്കൊക്കെ ദർശനം കൊടുക്കാൻ ഇറങ്ങി ചെല്ലുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് ഇവരെ ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. അതായത് എന്താ പറയുന്നത്, ഷർട്ട് മുതൽ ജട്ടി വരെ അഴിച്ച് പരിശോധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. തല, മുടി, നാരിഴ ഒന്നൊന്നായി പരിശോധിക്കണം. കാര്യം കണ്ണൊക്കെ ക്രാവി ഇങ്ങനെ കരയുന്ന കണക്കൊക്കെ വന്നിരിക്കും. ഒടുവിൽ എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പ്രധാനമന്ത്രിയുടെ അടുത്തൊക്കെ പോകണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒരു ഫോട്ടോയും കെട്ടിപ്പിടിച്ച് എന്റെ ദൈവമാണെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ സംഘികളൊക്കെ അങ്ങ് വീഴും എന്നൊരു ധാരണ ഒരു പക്ഷെ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ അദ്ദേഹം ഭക്തനായിരിക്കും, പൊട്ടനായിട്ടുള്ള ഭക്തനായിരിക്കും. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സുരക്ഷാ ജീവനക്കാരൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ മോദിജിയുടെ സെക്യൂരിറ്റിക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ വരുന്ന സാധനങ്ങളെയൊക്കെ നന്നായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അഥവാ ദർശനം കൊടുക്കാനായിട്ട് ഭഗവാൻ വരുന്നെങ്കിൽ അനുവദിക്കാവൂ. അതാണ് പറയാനുള്ളത്. കാരണം നമുക്കറിയാം പണ്ട് നമ്മുടെ രാജീവ് ഗാന്ധിക്ക് എന്താണ് സംഭവിച്ചതെന്ന്. സ്വയം പൊട്ടിത്തെറിച്ച് ഒരുത്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കാലിൽ തൊട്ടു തൊഴുന്നു, അനുഗ്രഹത്തിനായിട്ട് കാലിൽ തൊട്ടു തൊഴുന്നാണ് കുനിയുന്നു. ആ സ്പോട്ടിൽ തന്നെ പൊട്ടിത്തെറിക്കുന്നു. രാജീവ് ഗാന്ധി എന്ന് പറയുന്ന നമ്മുടെ പണ്ടത്തെ പ്രധാനമന്ത്രി നമ്മളെ എല്ലാവരെയും വിട്ടു പോരുന്നു. ഞാനിന്ന് ആ ഒരു കാലഘട്ടത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ തീരെ ചെറിയ കുട്ടിയാണ്. അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, വണ്ടികളിലൊക്കെ അദ്ദേഹത്തിന്റെ ഫോട്ടോയൊക്കെ വച്ചിട്ട് ആളുകളൊക്കെ വിലാപയാത്രയൊക്കെ നടത്തിയതിന്റെ ഓർമ്മ എനിക്കുണ്ട്. നമ്മളെ വീട്ടിന്റെ സൈഡിൽ കൂടെയൊക്കെ ആളുകൾ വണ്ടിയിൽ ഈ പറയുന്ന നമ്മുടെ രാജീവ് ഗാന്ധിയുടെ ഫോട്ടോയൊക്കെ വച്ചിട്ട് ആളുകൾ വണ്ടി ഓടിച്ച് ഇങ്ങനെ അനൗൺസ്മെന്റ് ചെയ്തുകൊണ്ട് പോകുന്നത് കേട്ടതായിട്ട് നല്ല ഓർമ്മയുണ്ട്. ഈ ഒരു ഭക്തൻ കൊണ്ടുവന്ന ഫോട്ടോ നന്നായിട്ട് ചെക്ക് ചെയ്ത് അതൊക്കെ ഒന്ന് തുറന്നു നോക്കിയിട്ട് അതിനകത്തൊക്കെ വല്ല തേങ്ങയും വെച്ചിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിച്ചതിന് ശേഷം മാത്രം മോദിജിക്ക് കൊടുക്കുന്നെങ്കിൽ കൊടുക്കുക. ഈ ദർശനം വരുന്ന ഭക്തന്റെ, ഞാൻ വീണ്ടും പറയുകയാണ്, ഭക്തന്റെ ഷർട്ട് മുതൽ ജട്ടി വരെ പരിശോധിച്ചതിന് ശേഷം മാത്രം ദർശനം കൊടുക്കുക. അപ്പൊ ഭഗവാൻ മോദിജി ഇനി എപ്പോഴാണ് പുറത്തേക്ക് ആയേക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂലാകെ. അപ്പോൾ എപ്പോഴെങ്കിലും ആയേക ആകുന്ന സമയത്ത് ദർശൻ കി ബാത്ത് കെ കരേ വ്യോ എന്തൊക്കെയാണ് അതോ ഞാൻ പറയുന്നത്. അപ്പൊ അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ, എന്തൊക്കെയോ ഞാൻ പറയുന്നു കേട്ടോ. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ, ഞാൻ എന്നെ തന്നെ പറഞ്ഞതാണേ. അപ്പൊ എന്തായാലും വല്ലാത്തൊരു കോമഡി തന്നെയാണ് ശരിക്കും. ഇപ്പോഴത്തെ ഈ ഒരു കോമഡിയെ പറ്റി പറയുമ്പോൾ നമ്മുടെ കൂറകളുടെ സമരം കഴിഞ്ഞ് കൂറകളൊക്കെ പോയതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഇതേ ഇങ്ങനെ ഒരെണ്ണം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ ഓരോരുത്തർ തോക്ക് കിട്ടിയാൽ വെടിവെച്ച് കൊല്ലാൻ വരെ റെഡിയായിട്ട് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇതുപോലെയുള്ള ദർശനത്തിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള നമ്മുടെ ദാസന്മാരെ, നമ്മുടെ ഭക്തന്മാരെ നന്നായിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രം ഭഗവാന്റെ ദർശനം കൊടുക്കുക എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും യുഗപുരുഷൻ എന്ന് പലരും വിശേഷിപ്പിച്ച് കേൾക്കാറുണ്ട്. പക്ഷേ യുഗ ഭഗവാൻ എന്ന് നല്ലപ്പോഴാണ് കേൾക്കുന്നത്. അരേ ഭഗവാൻ. അപ്പൊ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ഇട്ടേക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും